ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ എന്ന് പറയാനില്ല. ഓൾറെഡി ഞാൻ ഏത്തപ്പഴം എങ്ങനെ പുഴുങ്ങാം, ശരിയായ രീതിയിൽ എങ്ങനെ പുഴുങ്ങാം എന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞു വാവകൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ കുഞ്ഞു വാവകളൊക്കെ ഇല്ലേ, അപ്പോൾ ഭയങ്കര കുഞ്ഞായിട്ടുള്ള വാവകൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ആവിയിലിങ്ങനെ പുഴുങ്ങി കൊടുക്കണം, വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് അതിലിങ്ങനെ പുറമേ നൂല് പോലെയൊക്കെ ഉണ്ടാവും, അത് കളയുക. പിന്നെ നടുവേ ഇങ്ങനെ കീറിയിട്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും, അതും ഇങ്ങനെ വലിച്ച് കളയുക. അത് പറയാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മറന്നു പോയി. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയതാണ്. എൻ്റെ മോൾ ഇച്ചിരി വലുതാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾക്കത് ഞാൻ അങ്ങനെ കളഞ്ഞു കൊടുക്കാറില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിയതാണ്. കുഞ്ഞുമാവക്ക് കൊടുക്കണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കാണ്ട് ഉള്ളിലുള്ള അതൊക്കെ കളഞ്ഞിട്ട് ആ നൂലൊക്കെ കളഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ലോണം ഉടച്ച്, അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് വേണം വാവകൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഭയങ്കര കുഞ്ഞു വാവകൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് ഇങ്ങനെ കളഞ്ഞ് നൂലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ കുഞ്ഞു വാവകൾക്കൊക്കെ ഇങ്ങനെ ഉടച്ചൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കൊടുക്കണത്. അപ്പോൾ അവർ കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി, അല്ലാണ്ട് തന്നെ ഇങ്ങനെ മുറിച്ച് കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. പക്ഷേ കുഞ്ഞു വാവകൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുഞ്ഞാവൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളിലുള്ള ഇങ്ങനത്തെ ആ വള്ളി പോലെ സംഭവമൊക്കെ കളയണം. പിന്നെ പുറമേ ഉള്ള നൂല് പോലെ സാധനമൊക്കെ കളഞ്ഞിട്ട് വേണം, നല്ലോണം ഉടച്ചിട്ട് വേണം കുഞ്ഞു വാവക്ക്, ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ വാവകൾക്കൊക്കെ കൊടുക്കാനായിട്ട്. അതും ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ടൊക്കെ വേണം കൊടുക്കാനായിട്ട്. ഇച്ചിരി നെയ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ നല്ലതാണ് നെയ്യൊക്കെ കൊടുക്കണത്. അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആ വീഡിയോയിൽ പറയാൻ മറന്നു. എന്തായാലും ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയതാണ്, അപ്പോൾ ആ വീഡിയോയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്, വലുതായിട്ടൊന്നും പറയാനൊന്നും ഇല്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതിൽ പറയാനായിട്ട് വിട്ടുപോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൂടി ഇടുന്നത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇതേപോലെ നൂലൊക്കെ എടുത്ത് എല്ലാം കളയുക, ക്ലീൻ ചെയ്തിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ കുടുങ്ങും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.